ഇവിടെ അക്ഷയ് കൂടി ചേരുന്നു ദുബായിൽ നിന്ന്. അക്ഷയ്, എന്താണ് GCC എന്നുള്ള അപ്ഡേറ്റ്? ഈ ആ മേഖലയിൽ ആകമാനം ഇപ്പോഴും ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ GCC രാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? നിഷാദെ, പരമാവധി ഡിപ്ലോമാറ്റിക്കൽ വൈസ്, അതായത് നയതന്ത്രപരമായി സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളൊരു തന്ത്രത്തിൽ തന്നെയാണ് ഇപ്പോൾ GCC രാജ്യങ്ങൾ നിലനിൽക്കുന്നത്. അതേസമയം UAE നിന്നുള്ള വാർത്ത ഏതാണ്ട് ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്. കാരണം ആദ്യത്തെ ദിവസം, അതായത് ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായിരുന്ന ഒരു ആക്രമണത്തിന്റെ തോത് ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെയുമായിട്ടുണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ ഒരു തന്നെയാണ്. കാരണം ആദ്യത്തെ ദിവസം രാത്രിയും അതുപോലെ തന്നെ പിറ്റേ ദിവസം അന്ന് പുലർച്ചെയുമായിട്ടാണ് ഏതാണ്ട് ദുബൈയുടെ ആഡംബര ഹോട്ടലുകൾ അതുപോലെ തന്നെ എയർപോർട്ടുകൾ ഒക്കെ ആക്രമണം ഉണ്ടായത്, ആളുകൾ മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്നാൽ ഇന്ന് പുലർച്ചെ അത്രയും ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഔദ്യോഗികമായ വാർത്തകൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കാരണം ഇന്നലെ രാത്രി എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ളതിന്റെ ഒരു ക്ലിയർ പിക്ചർ UAE-ലുള്ളവർക്ക് കിട്ടിയിട്ടില്ല. കാരണം ഔദ്യോഗിക സ്രോതസ്സുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 11:30 മിസൈൽ അലേർട്ടുകൾ ദുബൈയിലുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഏതാണ്ട് 12:30 നിങ്ങൾ ബാക്ക് ടു നോർമൽ എന്നുള്ളൊരു സന്ദേശമാണ് അവസാനമായി ലഭിച്ചത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, ഔദ്യോഗികമായി പ്രധാനപ്പെട്ട ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ സ്ഫോടനമോ മറ്റോ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഒന്നും ഔദ്യോഗിക വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എങ്കിലും പൊതുവെ നമ്മൾ പല പ്രദേശങ്ങളിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില സ്ഫോടന ശബ്ദങ്ങൾ അതും ഈ പറയുന്ന ആദ്യത്തെ ദിവസത്തെ അത്ര കേട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആളുകൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് പ്രതിരോധിക്കുന്നതിന്റെ ശബ്ദമാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ആദ്യത്തെ ദിവസത്തെ അത്ര ഉണ്ടായിട്ടില്ല. ഇറാൻ UAE-യിലേക്കുള്ള ആക്രമണം മയപ്പെടുത്തുന്നു എന്നുള്ളൊരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. ആളുകളുടെ ജീവിതത്തെ ആദ്യത്തെ ദിവസം തന്നെയാണെങ്കിലും രണ്ടാമത്തെ ദിവസമാണെങ്കിലും കാര്യമായി ബാധിച്ചിട്ടില്ല UAE-യിൽ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിഷാദ്.